പ്രീമിയർ ലീഗിന്റെ പുതിയ സീസണ് 2025-26 സീസണിന് പന്തുരുളാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വെള്ളിയാഴ്ചയാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. ആരായിരിക്കും ഇത്തവണത്തെ ഫേവറേറ്റ്? ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഫുട്ബോൾ പണ്ഡിറ്റുകൾ, അതുകൂടാതെ തന്നെ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പ്രൊഡിക്ഷൻസ് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ലിവർപൂൾ തന്നെയാണ് ഒട്ടുമിക്ക പ്രൊഡിക്ഷൻസിലും മുന്നിൽ നിൽക്കുന്ന ഒരു ക്ലബ്ബ്. കാരണം നമുക്കറിയാം, നിലവിലെ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരാണ്. അതുമാത്രമല്ല, ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ അത്രയ്ക്കും മികച്ച എഡീഷൻസ് ഒക്കെയാണ് അവർ നടത്തിയിരിക്കുന്നത്. കെർക്കസ് വന്നു, പിന്നെ അതുകൂടാതെ ഫ്രിംപോങ്, ഫ്ലോറിയാൻ വിറ്റ്സ്, ഏറ്റവും ഒടുവിൽ എക്കിറ്റിക്കയും അവർ സ്വന്തമാക്കി. അപ്പം വലിയ രീതിയിലുള്ള 300 മില്യൺ യൂറോയോളം വരുന്ന ഒരു വലിയ ട്രാൻസ്ഫർ സ്പെൻഡിങ് ആണ് ഇപ്പം നടത്തിയിരിക്കുന്നത് ലിവർപൂൾ. അപ്പം ആ ഒരു ഓൾറെഡി ജയിച്ച് നിൽക്കുന്നത്, പ്രീമിയർ ലീഗ് നേടിയ ഒരു ടീമിലാണ് ഈ എഡീഷൻസ് നടത്തിയിരിക്കുന്നത്. ഔട്ട് ഗോയിങ്സ് ഉണ്ടായിട്ടുണ്ട്, അർണോൾഡിന്റെ ഒക്കെ കാര്യം നമുക്കറിയാം. പക്ഷെ അതൊക്കെ എവിഡന്റ് ആയിരുന്നു. അപ്പൊ ആ രീതിയിൽ ലിവർപൂൾ കടലാസിൽ വളരെ കരുത്തരാണ്. എല്ലാവരും നോക്കുമ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിങ്ങളൊക്കെ നടത്തി ഏറ്റവും കരുത്തരായ ഒരു ടീം ഒന്നുകൂടി കരുത്തരായി എന്നുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത്. പക്ഷേ ക്രിസ്റ്റൽ പാലസിനെതിരെയുള്ള കമ്മ്യൂണിറ്റി ഷീൽഡിലെ ലിവർപൂളിന്റെ പ്രകടനം അല്പം ഡൗട്ട് ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡിഫൻസിന്റെ കാര്യത്തിൽ ചില ആശങ്കകൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്രയും സ്പെൻഡിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്, പക്ഷെ മിഡ് ഡിഫൻസ് ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു സീസണിൽ അത്രയ്ക്കും കൺസിസ്റ്റന്റ് ആയുള്ള പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കണമെങ്കിൽ ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിലും മാക്സിമം നല്ല ഒരു ഔട്ട്പുട്ട് വരേണ്ടതുണ്ട്. ഇപ്പം കെർക്കസ് വന്നു, അതുകൂടാതെ തന്നെ ഫ്രിംപോങ് വന്നു. അതൊക്കെ ഓക്കെയാണ്, അവർ നല്ല പ്ലെയേഴ്സാണ്, വളരെ യങ്ങും ഡൈനാമിക്കുമായ എനർജിയുള്ള പ്ലെയേഴ്സാണ്. പക്ഷെ ഇവർ കുറച്ചും കൂടി ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റ് ഉള്ള പ്ലെയേഴ്സാണ്. അപ്പം പലപ്പോഴും ഇവർ ഓവറായിട്ട് അറ്റാക്കിങ്ങിന് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിഫൻസ് ഒന്ന് എക്സ്പോസ് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിലൊക്കെ നമുക്കത് കാണാൻ സാധിച്ചു. ഇപ്പം ക്രിസ്റ്റൽ പാലസിനെതിരെയാണെങ്കിലും 2 ഗോളുകൾക്കും വഴിവെച്ചത് ശരിക്കും വെർജിൽ വാൻ ഡൈക്കിന്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ആദ്യം പെനൽറ്റി വഴങ്ങുന്നു, അത് കഴിഞ്ഞ് രണ്ടാമത്തേതാണെങ്കിലും വാൻ ഡൈക്കിന്റെ ഒരു ശ്രദ്ധക്കുറവാണ് ആ ഗോളിലേക്ക് കലാശിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഡിഫൻസ് എക്സ്പോസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവും. പ്രത്യേകിച്ച് അതിവേഗ കൗണ്ടർ അറ്റാക്കുകളുള്ള ക്ലബ്ബുകൾക്കെതിരെ കളിക്കുമ്പോൾ ഇതേ രീതിയിലുള്ള ഒരു സ്പേസസ് ക്രിയേറ്റ് ചെയ്യപ്പെടാനും ട്രാൻസിഷനിടയിലൊക്കെ കൺഫ്യൂഷൻ വരാനും ഡിഫൻസ് എക്സ്പോസ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം ലിവർപൂളിനെ സംബന്ധിച്ച് ഇപ്പൊ ഇസാക്കിനെ ഇനി കൊണ്ടുവരേണ്ടത് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇസാക്കിനെ ന്യൂകാസിന് വിട്ടുകൊടുക്കാനുള്ള ഒരു സാധ്യത ഇല്ല ഇപ്പൊ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ. പക്ഷെ അങ്ങനെയാണെങ്കിലും ലിവർപൂൾ നല്ലൊരു സെന്റർ ബാക്കിനെയും കൂടി സൈൻ ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. പൊതുവെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ വാൻ ഡൈക്ക് ആണെങ്കിലും, പിന്നെ അതുകൂടാതെ ഇബ്രാഹിം കൊനാറ്റി ആണെങ്കിലും, ഇവർക്ക് എല്ലാ മത്സരങ്ങളും കളിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് വളരെ ബിസി ആയുള്ള ഒരു ഷെഡ്യൂളാണ് ലിവർപൂളിനെ കാത്തിരിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിലും ഇത്തവണ ഒരു ബിഗ് സ്റ്റേക്ക് ലിവർപൂളിന് ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സെന്റർ ബാക്ക് കൂടി, അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന, കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന, ബാങ്കബിൾ ആയുള്ള ഒരു സെന്റർ ബാക്ക് കൂടി ലിവർപൂളിന് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. മിഡ്ഫീൽഡിലും ഒരു സൈനിങ് അഡീഷണൽ ആയിട്ട് ഉണ്ടെങ്കിൽ അത് ടീമിന് ഗുണം ചെയ്യുമെന്നുള്ള ഒരു വിലയിരുത്തലുമുണ്ട്. അപ്പൊ ഇതൊരു പ്രശ്നം തന്നെയാണ്. കാരണം മുന്നേറ്റ നിര അത്രയും മികച്ച രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മുന്നേറ്റ നിരയായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ്, പ്രീമിയർ ലീഗിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചത് ലിവർപൂളാണ്. ഏറ്റവും കുറവ് ഗോളുകൾ വഴങ്ങിയ രണ്ടാമത്തെ ടീമും ലിവർപൂളാണ്. അപ്പോൾ ഈ ഒരു ബാലൻസിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഡിഫൻസും മിഡ്ഫീൽഡും പിന്നെ മുന്നേറ്റ നിരയും തമ്മിൽ ഒരു ബാലൻസിങ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ പ്രശ്നമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ക്രിസ്റ്റൽ പാലസിനെതിരെ സെക്കൻഡ് ഹാഫിലൊക്കെ ലിവർപൂളിന്റെ പെർഫോമൻസ് വളരെ സ്ലോപ്പി ആയിരുന്നു. പിന്നെ നമ്മൾ നോക്കേണ്ടത്, കഴിഞ്ഞ മത്സരത്തിൽ ക്രിസ്റ്റൽ പാലസിനെതിരെ മിഡ്ഫീൽഡിൽ കർട്ടിസ് ജോൺസും സോബസ്ലായുമായിരുന്നു. പക്ഷേ മെക്കലിസ്റ്ററും പിന്നെ ഗ്രാവൻബെർച്ചും എത്തുമ്പോൾ, അതായത് അവർ സ്റ്റാർട്ടിംഗ് ലെവലിൽ തന്നെ ഇറങ്ങുമ്പോൾ അത് കുറച്ചൊക്കെ പരിഹരിക്കപ്പെടും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ പൊതുവേ ഉണ്ട്. അപ്പോൾ ഇതാണ് ലിവർപൂളിനെ സംബന്ധിച്ച്. ലിവർപൂൾ ലോകോത്തര നിരയാണ്, മികച്ച പ്ലെയേഴ്സ് ഉണ്ട്. ഫ്ലോറിയാൻ വിറ്റ്സിനെ പോലെ വളരെ ഡൈനാമിക് ആയിട്ട് പ്ലേ മേക്കിംഗ് എബിലിറ്റിയും ഗോൾ സ്കോറിംഗ് എബിലിറ്റിയും ഒക്കെ ഉള്ള പ്ലെയേഴ്സ് ഉണ്ട്. എക്കിറ്റൊക്കെ വന്ന് ഗോൾ നേടുന്നു, പുതിയ താരങ്ങളെല്ലാം സ്കോർ ചെയ്യുന്നു. ഫ്രിംപോങ് കഴിഞ്ഞ മത്സരത്തിൽ സ്കോർ ചെയ്തു, ഫ്ലോറിയാൻ വിറ്റ്സ് അസിസ്റ്റ് ചെയ്യുന്നു. അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ എല്ലാം ഓക്കെയാണ്. പക്ഷേ മുഹമ്മദ് സല ഈ പുതിയ താരങ്ങളുമായിട്ടൊന്ന് സിങ്ക് ആവേണ്ട ഒരു സമയം ലിവർപൂളിൽ ഉണ്ടാകും. കാരണം സല ഇന്നലെ വളരെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. പൊതുവെ സലയുടെ കരിയറിൽ ഈ നിർണായകമായ മത്സരങ്ങളിൽ അല്പം കാലിടർന്ന ഓവർ പ്രഷറിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ സലയെ സംബന്ധിച്ച് ഇത് ലാസ്റ്റ് ഇയർ ആയിരിക്കും ലിവർപൂളിൽ. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് ആ ഒരു താതാത്മ്യത്തോടെ പുതിയ താരങ്ങളുമായി ചേർന്ന് കളിക്കണമെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അർനെ സ്ലോട്ടിന്റെ കീഴിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ടാക്ടിക്കൽ സൊല്യൂഷൻ അനുസരിച്ചിരിക്കും കാര്യങ്ങൾ. പിന്നെ സലയാണെങ്കിൽ ഡിസംബറിൽ അഫ്കോൺ കളിക്കാൻ പോകും എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. അവരുടെ മെയിൻ ഗോൾ സ്കോറർ, മെയിൻ
അസിസ്റ്റ് പ്രൊവൈഡർ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ സീസണിൽ ശരിക്കും ലിവർപൂളിന്റെ കിരീടം നേടിക്കൊടുത്തത് മുഹമ്മദ് സലയാണ്. അപ്പൊ സല ഇല്ലാതെ ലിവർപൂൾ ഒരു മാസത്തോളം ഏതാണ്ട് മിഡ് സീസണിൽ പോകേണ്ടി വരും എന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെ പരിഹരിക്കപ്പെടും എന്നതിനെ ആശ്രയിച്ചിരിക്കും ലിവർപൂളിന്റെ ഒരു മുന്നേറ്റം. ഇപ്പൊ ആദ്യത്തെ മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ മത്സരം ബോൺമൗത്തിനെതിരെയാണ്, അത് കഴിഞ്ഞാൽ ന്യൂകാസിനെതിരെ എവേ പോരാട്ടമാണ്, പിന്നെ ആസലിനെതിരെയുള്ള ഒരു മത്സരമുണ്ട്, ഒരു ബിഗ് ക്ലാഷ്. അപ്പൊ ഈ ഒരു 3 മത്സരങ്ങളിൽ നിന്ന് തന്നെ കറക്റ്റായിട്ട് ഒരു ഐഡിയ കിട്ടും ലിവർപൂൾ ടീമിന്റെ ഓറിയന്റേഷൻ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. പിന്നെ ഈ ഒരു ക്രിസ്റ്റൽ പാലസിനെതിരെയുള്ള പെർഫോമൻസ് ലിവർപൂളിന് ഒരു ഐ ഓപ്പണറാണ്, അർനെ സ്ലോട്ടിനും ഒരു ഐ ഓപ്പണറാണ്. കാരണം ഇപ്പോൾ നിലവിൽ കടലാസിലെ അതിശക്തർ എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തലാണ് നിൽക്കുന്നത്. പക്ഷെ ഈ ഒരു തോൽവി ഇപ്പം അതായത് പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് പരാജയപ്പെട്ടെങ്കിലും പോലും ഈ ഒരു സെറ്റ് ബാക്ക് ലിവർപൂളിന് ഒരു ഗുണമായിട്ടാണ് പൊതുവെ തോന്നുന്നത്. കാരണം ടീമിന്റെ പ്രശ്നങ്ങൾ, വീക്ക് ലിങ്ക്സ് ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു സാധ്യതയായിട്ട് മാറിയിട്ടുണ്ട്. കാരണം അത് എത്രയും വേഗം പരിഹരിച്ച് ഫീൽഡിൽ ഇറങ്ങുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം എത്ര മികച്ച ടീമാണെങ്കിലും കടലാസിൽ എത്ര കരുത്തരാണെങ്കിലും ഗ്രൗണ്ടിൽ അത് റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ലിവർപൂളിനെ സംബന്ധിച്ച് ഇതൊരു ഐ ഓപ്പണർ ആയിട്ട് വേണം ഈ ക്രിസ്റ്റൽ പാലസിനെതിരെയുള്ള മത്സരത്തെ കാണാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ലിവർപൂളിന്റെ ഈ പ്രീമിയർ ലീഗിലെ സാധ്യതകളെ കുറിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ലിവർപൂളിന്റെ ഒരു സാധ്യതകൾ? നമുക്കറിയാം അവരാണ് ക്ലിയർ ഫേവറേറ്റ്സ് നിലവിലെ ഫോം വെച്ച്, അതുകൂടാതെ ടീമിന്റെ ആ ഒരു സ്ട്രെങ്ത് ഒക്കെ വെച്ച് ഒറ്റയ്ക്ക് കളിയുടെ ഗതി തിരിച്ചുവിടാൻ പറ്റുന്ന ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട് ലിവർപൂളിന്റെ നിരയിൽ. അപ്പൊ എങ്ങനെയായിരിക്കും വരിക? അതായത് ലിവർപൂൾ പെട്ടെന്ന് തന്നെ ഉണർന്ന്, അതായത് ഈ ഒരു പരാജയം, ഇതിപ്പോ കമ്മ്യൂണിറ്റി ഷീൽഡിലെ പരാജയമാണ്, ഇതിനെ വലിയ രീതിയിലൊന്നും നമ്മൾ കാണേണ്ട ആവശ്യമില്ല. ഇതൊരു ഗ്ലോറിഫൈഡ് ഫ്രണ്ട്ലിയാണ്. അത് മാത്രമല്ല പ്രീ സീസൺ മത്സരങ്ങളാണെങ്കിലും അതിനെ നമുക്ക് പൂർണ്ണമായൊന്നും വിലയിരുത്താൻ പറ്റില്ല. ടീമിലെ പുതിയ താരങ്ങളും പഴയ താരങ്ങളും തമ്മിൽ ഒത്തിണങ്ങാൻ കുറച്ച് സമയം വേണ്ടിവരും. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് ലിവർപൂളിന്റെ പ്രധാന പ്രശ്നം, അതായത് ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നത് എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണേ.